പോയി അടിച്ചു കളിച്ച് വരാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഓറഞ്ച് കോട്ടും പാപ്പി നീല കോട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇറങ്ങി. അന്നൂസിന്റെ ടാറ്റയൊക്കെ കൊടുത്തു, പക്ഷെ തിരിച്ചൊന്നില്ല. അമ്മയ്ക്ക് കൊടുത്തപ്പോ തിരിച്ചു കിട്ടി. പിന്നെ ഒരു കവറും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ അതിലിടാനാണ്. മഴ പെയ്ത നനയരുതല്ലോ. ഇനി വീഡിയോക്ക് കുറച്ച് നേരം ക്ലാരിറ്റി കുറവാകും, കാരണം കവറിന്റെ ഉള്ളിൽ നിന്നാണ് എടുക്കുന്നത്. അങ്ങനെ ഞാൻ അമ്മേനോട് അനൂസിനോടൊക്കെ ടാറ്റ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. വേറെ എവിടേക്കല്ല, നമ്മുടെ കർമ്മയ്ക്കാണ് പോണത്. ഇപ്പൊ ചമ്പ്രോട്ടെത്തി. പെട്രോൾ അടിക്കാൻ പെരിന്തല്ലൂർ റോട്ടിൽ കൂടെ പോവായിരുന്നു. അതൊക്കെ റോഡിന്റെ ഒക്കെ ഒരു അവസ്ഥ. നമ്മുടെ നരിപ്പറമ്പേക്കാണ് റോഡ് നല്ല ക്ലീൻ ആയിരുന്നേ. പിന്നെ പാലം, ഒരാള് പോലും ഇല്ല കോട്ടയിടാത്തത്. ഒടുക്കത്തെ മഴയായിരുന്നു. പുഴയത്തൊക്കെ ഒരു വെള്ളം നോക്ക്. അങ്ങനെ ഞങ്ങൾ കർമ്മയ്ക്ക് എത്തി. ഈ അടുത്തൊന്നും ഇതേപോലെ ഞാൻ റെയിൻകോട്ട് ഒന്നും ഇട്ടിട്ട് മഴയത്തൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടാ. മഴയൊക്കെ ഒന്ന് ഒതുങ്ങി കണ്ടപ്പോ നമ്മൾ കവറിന്ന് ഫോണൊക്കെ എടുത്തിട്ട് 2-3 ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തേ. കുറെ കാലത്തിന് ശേഷം പാപ്പയുടെ കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത്. മറ്റേത് പാപ്പയ്ക്ക് ഷോപ്പിൽ തിരക്കും എനിക്ക് സ്കൂളിന്റെ തിരക്കൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ കൊണ്ട് പോവാറൊന്നും ഉണ്ടായിരുന്നില്ല. ഫാമിലിക്കായിട്ട് പോകും, പക്ഷെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കുറെ കാലത്തിന് ശേഷം. നമ്മൾ പൊന്നാനക്കാരുടെ ഒരു അഹങ്കാരമാണ് ശരിക്കും കർമ്മ എന്ന് പറയുന്നത്. ഇത് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. കുറെ ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ട് ഇനി ഇൻസ്റ്റയില് ഒരു മാസത്തേക്ക് നോക്കണ്ട, ഓരോ ദിവസം ഇങ്ങനെ ഓരോന്ന് എടുത്തിടാം. ഇപ്പൊ അടുത്തായിട്ടാണ് നമ്മൾ ഒരുവിധ സൺഡേകളിലൊക്കെ ഒന്ന് പുറത്തൊക്കെ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ പറ്റുമ്പോഴേക്ക് ഇങ്ങനെയൊക്കെ എല്ലാരും പോവുക, നല്ല രസമല്ലേ. അവിടുന്ന് അങ്ങനെ ഫുള്ള് പിന്നെ വണ്ടോട്ടിലായി. കുറച്ച് കഴിഞ്ഞപ്പോ നല്ല മഴയും പെയ്തു. ഒരാൾ നോക്ക് അരക്കപ്പം വെള്ളത്തിൽ എന്തോ കാട്ടിന് മീൻ പിടിക്കാന്നാ തോന്നുന്നത്. ഏതായാലും വട്ടാൻ ഉറപ്പായി. ഞങ്ങൾ പൊന്നാനി കടപ്പുറത്തേക്ക് പോയി. നല്ല പീസ്ഫുൾ പ്ലേസ്. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോഴത്തേക്ക് മഴയൊക്കെ ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. ഉള്ളതൊക്കെ വലിയ വലിയ തരാള്. ആകെ പഠിച്ചു. ഞങ്ങൾ പിന്നെ കട്ടേമ കയറിയിരുന്നു. പിന്നില്ലേ നമ്മുടെ ലൈറ്റ് ഹൗസ് കണ്ടെങ്കിൽ ഇതാണ് ലൈറ്റ്. അതായത് കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവർക്ക് കര ഏതാന്ന് അറിയാനുള്ളതാണ് ഈ ലൈറ്റ് ഹൗസ്. പിന്നെ കരിങ്കല്ലിന്റെ മുകളിൽ നിന്നൊക്കെ ഇറങ്ങിയാണ്. പിന്നെ കുറെ നേരം തീരത്ത് പോയിരുന്നു. ഇത് നമുക്ക് കുറെ ബോട്ടുകൾ ഒക്കെ നിർത്തിയിട്ടിരിക്കുക. സൈഡിൽ കക്കന്റെ ഇരുന്നിട്ടൊക്കെ തോടുണ്ടായിരുന്നു. ഒരാൾ ഇതൊക്കെ മീൻ പിടിക്കുന്നത് അയാളെ തിരിച്ചു കിട്ടിയതിന് വലിയ ഭാഗ്യട്ടോ. ഞങ്ങൾ ആകെ പിടിച്ച് അത് കണ്ട് പേടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ പോയത് അതിന്റെ അടുത്ത് ഒരു മരുഭൂമി മരത്തൊരു സ്ഥലത്തേക്കാണ്. അയ്യോ എന്ത് രസം അത് കാണാൻ. അവിടെ കുറെ ഇരിക്കാനല്ലേ സംഭവം, വേറെ എന്തിനും ആവശ്യത്തിനാണ്. പക്ഷെ ഞങ്ങൾ അതിലിരുന്നു. തെരയുടെ ശക്തി കൊണ്ട് അവിടെയൊക്കെ മഞ്ഞുള്ള പോലെ ഞങ്ങൾക്ക് തോന്നി. നമ്മുടെ കർമ്മ റോട്ടിക്ക് തിരിച്ചു വന്നിട്ട് ഒരു തട്ടുകടയിൽ നിന്ന് ചായയും പഴംപൊരിയും ഉള്ളിവടയും കഴിച്ചു.